അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം വേണ്ടി വരും. ഏതാണ്ട് തീ നന്നായിട്ട് കൂട്ടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ കട്ടിയായിട്ട് കുറച്ച് ഷീറ്റായിട്ട് വീഴുന്നത്, അതായത് മുറിഞ്ഞ് വീഴുന്ന ഒരു പാകമാവണം. ഇങ്ങനെ എടുത്ത് തടി തവിയിൽ ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴണം. അപ്പോൾ അതായി കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ ആപ്പിൾ മിക്സ്, ആപ്പിളിൻ്റെ സത്തും പിന്നെ എന്താണ് പഞ്ചസാര 2 കപ്പ്, 2 കപ്പ് ആപ്പിൾ പൾപ്പ് ഉണ്ടായിരുന്നു, 2 കപ്പ് പഞ്ചസാരയും ചേർത്തു. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഷീറ്റ് പാകമായിട്ടുണ്ട്. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് തന്നെയാണ് വീഴുന്ന പാകം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ജലറ്റിൻ 2 ടേബിൾ സ്പൂൺ ഏതാണ്ടൊരു 2/3 കപ്പ് വെള്ളം, 3/2 ഭാഗം വെള്ളം, അല്ലെങ്കിൽ ഏകദേശം ഒരു 3/4 കപ്പ് വരെ ഒഴിക്കാം, കുഴപ്പമില്ല. തണുത്ത വെള്ളത്തിൽ കുതിർത്തതാണ്. അതിലേക്ക് ഒഴിക്കുന്നു. ഇനി തീ ഓഫ് ചെയ്യാം. ഈ ഒരു ചൂട് കൊണ്ട് തന്നെ നമ്മുടെ ജലറ്റിൻ ഉരുകി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് നല്ല ചൂടായി കിടക്കുകയാണ് നമ്മുടെ ഈ ആപ്പിൾ മിശ്രിതം. അതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി, ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ജലറ്റിൻ നല്ല കുതിർന്നിരിക്കുകയാണ്, അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഒരൽപ്പം ചേർക്കണമല്ലോ. അപ്പോൾ ഒരു 1/4 നുള്ളെന്ന് പറയുമ്പോൾ തന്നെ ഒരു വളരെ ചെറുതാണ്, അതിൻ്റെ ഒരു 1/4 ഭാഗം അത്രേ ആവശ്യമുള്ളൂ. ഇത്രയും മധുരം ചേരുന്നില്ല. അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ്, അത് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്തു. ഇനി തീ ഓഫ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഒരല്പം ഒന്ന് കൂളായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ എസെൻസ് ചേർക്കണം. എസെൻസ് എന്ന് പറയുമ്പോൾ വാനില എസെൻസും ഓറഞ്ച് എസെൻസും കുറച്ച് 1/4 ടീസ്പൂൺ വെച്ച് ചേർക്കാം. അതായത് 2-3 ഡ്രോപ്പ് വെച്ചിട്ട് ചേർക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂളായിട്ടുണ്ട്, ഒന്ന് തണുത്തിട്ടുണ്ട്, ഒരല്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസെൻസ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഓറഞ്ച് എസെൻസിനാണ് കൂടുതൽ മണം. അപ്പോൾ നല്ല ഓറഞ്ചിൻ്റെ മണം കിട്ടും. ശരിക്കും ആപ്പിൾ എസെൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു മിശ്രിതം നല്ല കോമ്പിനേഷൻ ആയിരിക്കും. ഓറഞ്ചും വാനിലയും കൂടി ഉള്ളൊരു കോമ്പിനേഷൻ. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എസെൻസിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സൊക്കെ മാറ്റി, ഇപ്പോൾ സ്ട്രോബെറി എസെൻസ് ചേർക്കാം, ലെമൺ എസെൻസ് ചേർക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എസെൻസിൻ്റെ മണം തീരുമാനിക്കാം. പിന്നെ ഈ എസെൻസിൻ്റെ മണം ഒന്നും വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ പട്ട ഗ്രാമ്പൂ ആണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ, ആപ്പിളുമായിട്ട് ചേർന്ന് പോകുന്നത്. പട്ടയും ഗ്രാമ്പും കൂടി പൊടിച്ചെടുത്തിട്ട് ഒരല്പം അത് ചേർത്താലും മതിയാകും. ഇനി നമ്മളിത് ഇപ്പോൾ 2 തരം എസെൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി വെണ്ണ തടവിയ ഒരു പ്ലേറ്റിലേക്ക് നമ്മളത് ഒഴിച്ചു വയ്ക്കുന്നു. അപ്പോൾ വെണ്ണ തടവിയ ഒരു പ്ലേറ്റ്, ഒരു സ്റ്റീൽ പ്ലേറ്റ് തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. വീട്ടിൽ ചോറുണ്ണുന്ന പ്ലേറ്റ് തന്നെ ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവാണ്. ഇതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതതിൻ്റെ നാച്ചുറൽ കളറാണ്, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇതാണ് ആപ്പിളിൻ്റെ കളറാണ്. ശരിക്കും ആപ്പിൾ കൊണ്ട് തയ്യാറാക്കിയൊരു വിഭവമാണ്. അപ്പോൾ ആ ഒരു കളറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്താ പറയുക, പലതരം കളേഴ്സ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഭംഗിയാണ് കാണാൻ, ആ നാച്ചുറലായിട്ടുള്ള കളറ്. ഇനി ഒഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഇതൊന്ന് ഉറയ്ക്കണം. ഉറയ്ക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞൊരു 12 മണിക്കൂറെങ്കിലും വേണം ഇത് ഉറച്ച് കിട്ടാൻ. അപ്പോൾ രാത്രി നമ്മൾ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇത് ഉറച്ച് കിട്ടും. 12 hours അതാണ് വേണ്ടത്. അതല്ല നമുക്ക് പെട്ടെന്നൊന്ന് ഉറച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏകദേശം ഒന്ന് ഉറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ച് വേണമെങ്കിലും ഉറച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി കട്ടിയാനൊക്കെ എളുപ്പമായിരിക്കും. ഈ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും 12 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ഉറഞ്ഞു കിട്ടും. പിന്നെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. സ്ക്വയറോ ഡയമണ്ട് ഷേപ്പോ എന്താ പറയുക റെക്റ്റാങ്കിളോ എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ജെല്ലി പോലെ ഇരിക്കുന്ന വളരെ സ്വാദുള്ള ഒരു സ്വീറ്റ് അപ്പോൾ റെഡിയാകും. എന്തായാലും ഇത് 12 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാനത് തണുക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് സെറ്റായിരിക്കുന്നതൊന്ന് നോക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ ആപ്പിൾ ക്യാൻഡി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സോഫ്റ്റാണ്, വളരെ ജെല്ലി പോലെ ഇരിക്കും. എന്നാൽ നമ്മുടെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. പിന്നെ ഇത് കുറേ ദിവസം വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാം. കഴിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആകും. ഫ്രിഡ്ജിലിരിക്കുന്ന സാധനമാണെങ്കിൽ ഇരുന്നിട്ട് പുറത്തെടുക്കുമ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് തോന്നും. ആ ടെക്സ്ചറിനെക്കാട്ടിലും നല്ലത് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കണം. അപ്പോൾ വീണ്ടും അത് സോഫ്റ്റായിട്ട് മാറും. എന്തായാലും ഇഷ്ടാനുസരണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ കാര്യമാണ്. സീസണൽ ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ആപ്പിളിൽ ചെയ്തു. നിങ്ങൾക്ക് മാംഗോയിൽ ചെയ്യാം, പൈനാപ്പിളിൽ ചെയ്യാം, പിന്നെന്താ ഗ്രേപ്സിൽ ചെയ്യാം, എന്തിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.
ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ളൊരു എത്നിക് വിഭവമാണ്. എന്താ പറയുക, നമ്മുടെ ആട്ടിറച്ചി തോരൻ. അത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. രണ്ടാമത് കാണിച്ചതും വളരെ സ്വാദിഷ്ടമായ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ക്യാൻഡിയാണ്, ആപ്പിൾ ക്യാൻഡി. ആപ്പിൾ ക്യാൻഡിക്ക് ഒരു ആപ്പിൾ ജെല്ലി എന്ന് വേണമെങ്കിലും പേരിടാം. എന്തായാലും ഇഷ്ടത്തിനനുസരിച്ച് ഇത് രണ്ടും തയ്യാറാക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കമലിലൂടെ കാണാം.